ഈ ജിഫ്രി വിഷയം ഇവിടെ താനൂര് പച്ചയായ സത്യല്ലേ? എത്ര ന്യൂനപക്ഷങ്ങളുടെയാണ് ഈ പറയുന്ന മയക്കുമരുന്ന് കേസിൽ പ്രതിയാക്കിയിട്ടുള്ളത്? ഞാൻ അവരുടെ സംഗമം വിളിക്കാൻ പോവുക. നിരപരാധികളായ ഞാൻ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നിലും പി വി അൻവർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്കൊക്കെ ഈ ഇരിക്കുന്ന എല്ലാ മലപ്പുറത്തെ പത്രപ്രവർത്തകർക്കൊക്കെ ബോധ്യമുണ്ടല്ലോ എന്തെല്ലാം അനുഭവങ്ങൾ, ഏതെല്ലാം കുടുംബങ്ങൾ നിങ്ങൾ പോയി കണ്ട്. നിങ്ങൾക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ, ആ മനസാക്ഷിയിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഇതിൽ കള്ളക്കളിയുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഇനിയിപ്പോ കള്ളക്കടത്തിന്റെ ഭാഗം കൂടി പി വി അൻവർ ആയിക്കോട്ടെ, ഇതെല്ലാം കൂടെ പറഞ്ഞ് ഇനി ജയിലിൽ തള്ളട്ടെ എന്ന്. അപ്പൊ എൻ മോഹൻദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിനോടുള്ള മുസ്ലിം വിരോധം, മുസ്ലിം വിരോധത്തിൽ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മുസ്ലിം വിരോധികളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്താ? നിലമ്പൂർ മണ്ഡലത്തിന്റെ പ്രത്യേകത മലയോര മേഖലയാണ്. അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, എയ്ഡഡ് സ്ഥാപനങ്ങളിലും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും മഹാഭൂരിപക്ഷം ക്രൈസ്തവ സഭകൾക്ക് കീഴിലുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്കൂളുകളുടെയും ഈ പറയുന്ന കോളേജുകളുടെയൊക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സർക്കാരിന് MLA ഫണ്ടിൽ നിന്നും കൊടുക്കാവുന്ന ചില പണങ്ങളുണ്ട്. ഞാൻ പരമാവധി കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും. നമ്മളത് ജാതിയും മതവും നോക്കിയിട്ടല്ല കൊടുക്കുന്നത്. കാരണം ആ പ്രദേശത്തിന്റെ വെൽഫെയറിന് അവിടെ സർക്കാർ സ്ഥാപനങ്ങൾ കുറവാണ്. ഇവരാണിത് ചെയ്യുന്നത്. 2 പ്രാവശ്യം ഈ പറയുന്ന എന്താ പറയാ എൻ മോഹൻദാസ് എന്നെ വാൺ ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ നയേ ഇത്തരത്തിലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് സർക്കാരിന്റെ ഫണ്ട് കൊടുക്കലല്ല. അതുകൊണ്ട് നിങ്ങളത് നിർത്തണം. ഇവിടുന്ന് തിരുവനന്തപുരത്ത് കൊടുത്ത കത്ത് അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ നേരിട്ട് വിളിച്ചു പറഞ്ഞ് ചവിട്ടിയിട്ടുണ്ട് ഈ ചങ്ങാതി. അറിയോ? എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തോട് അതിനൊരു ന്യായീകരണം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെ പറയാം. നിങ്ങൾ എന്നെ പരിശോധിച്ച് നോക്കുക. നമ്മളെ നിലമ്പൂരത്തെ ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പ്രശാന്തൊക്കെ ഇവിടെ ഉണ്ടല്ലോ. നിലമ്പൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ മൊത്തം പരിശോധിച്ച് നോക്കിയാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയില്ല ഭൂരിപക്ഷവും. ഇതെങ്ങനെ ഉണ്ടായതാ? ഈ പാവപ്പെട്ട മലയോര കർഷകര് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ ജീവിത പ്രശ്നവുമായി വന്ന് ഈ മലയോരത്ത് കൃഷി ചെയ്ത് ഇവിടെ ജീവിച്ച സാധുക്കളാ. അന്ന് ഈ സൊസൈറ്റിയെ നിലനിർത്താൻ എല്ലാ സ്ഥലത്തും ഒരു ചെറിയ ചർച്ച് ഉണ്ടാവും, ചെറിയൊരു പള്ളി. ആ പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടവും എന്ന ക്രൈസ്തവ സഭകളുടെ ഒരു കൺസെപ്റ്റാണ് ഈ മലയോര മേഖലയിൽ മുഴുവൻ ഈ സ്ഥാപനങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അവരുടെ വലിയ സംഭാവനയാണ്. സത്യത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കിഴക്കൻ ഏറനാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഹൈന്ദവ കമ്മ്യൂണിറ്റിക്കും ഉണ്ടായിട്ടുള്ള പുരോഗതിയുടെ പിന്നില് ഇവരുടെ നിസ്വാർത്ഥമായ സേവനമാണ്. ഞാൻ ഈ DCSനോട് എൻ മോഹൻദാസിനോട് പറഞ്ഞു, DCS നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ മലയോര മേഖലയിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ്. അവിടെ നിങ്ങൾ ജാതി മതവും കലർത്താൻ നിൽക്കില്ലേ. മാത്രമല്ല DCS നിങ്ങളൊന്ന് പോയി അന്വേഷിക്കുക. ഒരു സ്കൂളിൽ ഒരു ഫംഗ്ഷന് പോയ 500 കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷന് ഈ ക്രൈസ്തവ സഭകൾ നടത്തുന്ന ആ ഫംഗ്ഷനിൽ നമ്മൾ പോയാൽ കാണാം 10% ക്രിസ്ത്യാനി കുട്ടികൾ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ അവിടെ പോപ്പുലേഷൻ. അതിൽ 40% നിലമ്പൂരിനെ സംബന്ധിച്ച് ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വരുന്ന മുസ്ലിം സമുദായത്തിൽ വരുന്ന കുട്ടികളാണ്. ഒരു 10-15 ക്രിസ്ത്യാനികളുള്ളത്. അവിടെയാണ് ഇവർ ഈ പണം ചെലവാക്കിയിട്ട് ഇവരെയാണ് വർഗീയവാദികൾ എന്ന് പറയുന്നത്. എൻ മോഹൻദാസിന്റെ മനസ്സ് നിങ്ങൾ നോക്കണം. ആ ക്രൈസ്തവ സഭകൾ അവരുടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കാനല്ല ഈ വിദ്യാഭ്യാസ സ്ഥാനം നടത്തുന്നത്. അവിടെ പഠിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളും മുസ്ലിങ്ങളും. അപ്പൊ അതാണ് ഈ ചങ്ങാതിയുടെ നിലപാട്. ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പാർട്ടിക്ക് ഒത്തു കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിക്ക് ഈ പറയുന്ന അൻവർ ഒന്നും പറഞ്ഞില്ല, പാർട്ടി പറഞ്ഞില്ല എന്ന് പറയുന്നില്ലേ, ഈ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അടുത്ത കാലത്ത് മഹേഷേ, നിങ്ങൾക്കൊക്കെ അവിടെ DC ഒക്കെ ബന്ധമുണ്ടല്ലോ, അല്ല അത്യാവശ്യം ബന്ധമുണ്ടല്ലോ. പാർട്ടിയിലെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, ആകെ 4 ആളാണല്ലോ ജില്ലാ സെക്രട്ടേറിയറ്റ്, ആ പാർട്ടി ഓഫീസിൽ നിന്ന് ഈ പറയുന്ന DCSനെ ചവിട്ടാൻ നീട്ടിട്ട് പിടിച്ചു മാറ്റിയിട്ടുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിക്കും. ഒരുപാട് കാലം മുമ്പൊന്നുമല്ല. അതൊരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സെക്രട്ടേറിയറ്റ് മെമ്പറാ. കോളറിന് പിടിച്ചു. നിന്റെ RSS സ്വഭാവം നിന്റെ വീട്ടിൽ കാണിച്ചാൽ മതി, പാർട്ടി ഓഫീസിൽ വേണ്ടിട്ടോ എന്ന് പറഞ്ഞു. സെക്രട്ടേറിയറ്റ് മെമ്പർ
ഇപ്പൊ 5-6 മാസം മുമ്പ് നിലവിലുള്ള സെക്രട്ടേറിയറ്റ് മെമ്പർമാര്. അപ്പൊ അത്രത്തോളം RSS വൽകൃത മനസ്സുമായിട്ട് നിൽക്കുക. ഈ സുജിത് ദാസ് വിളിക്കുന്നത് ഞാൻ പുറത്തുവിടാത്ത ഫോണുണ്ട്, ഈ മോഹൻദാസിനെ പറ്റിയൊക്കെ പറയുന്നത്. അങ്ങോരെ എന്തോ നല്ല മനുഷ്യനാന്നേ. എനിക്ക് അങ്ങോരെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു മനസമാധാനം എന്നറിയോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോര് പരിഹരിച്ചു തരും. എങ്ങനെയുണ്ട് പുറത്തൊക്കെ വിടണേൻ? ഇറങ്ങി ഓടേണ്ടി വരും EN മോഹൻദാസ് പാർട്ടി ഓഫീസിൽ നിന്ന്. എന്നെ കൊണ്ട് വിടിയിക്കരുത് പലതും. ഇന്നലെ അവൻ പറയുന്നുണ്ടല്ലോ, ഏതെങ്കിലും മനുഷ്യന്മാർ ചെയ്യോ ഫോൺ ചോർത്തൽ? ഇത്ര വൃത്തികെട്ട സ്വഭാവം ഉണ്ടോ? എന്താണ് ആ ഫോണിൽ പറയുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ചോർത്തിയതാ പ്രശ്നം, അതിൽ പറഞ്ഞത് ആർക്കും പ്രശ്നമില്ല. ഈ സമൂഹത്തെ, ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ നടക്കുന്ന ഡയലോഗ് അടിക്കുന്നത് ഈ ADGPയെ കുറിച്ച് ഞാനല്ല പറഞ്ഞത്. ആദ്യം ഈ IPS ഉദ്യോഗസ്ഥനായ സുജിത് ദാസ പറഞ്ഞത്. ആള് കൊള്ളക്കാരനും കള്ളനുമാണ്, വേണ്ടി വന്നാൽ കൊല്ലിക്കുന്നു എന്ന് പറയുന്നത്. ഞാനിത് കംപ്ലീറ്റ് ആളുകളെ ഒന്നുകൂടി റെഫ്രഷ് ചെയ്യട്ടെ, ഞാൻ വിട്ടുതരാം. എന്നിട്ട് ആരാ ഇവിടെ ശശിധരനെ കുറിച്ച് പറയുന്നത്? അദ്ദേഹം മണ്ണും മണലും പിടിച്ച് അതിന് പോവാണ്. DGP സാറ് അദ്ദേഹത്തിന്റെ എന്താ പറയാ, കൊള്ളയും കള്ളക്കടത്തും സുഖമായിട്ട് നടത്തുന്നു, കൊട്ടേഷന്. ഞാനാ പറഞ്ഞ് അതിന് EN മോഹൻദാസിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഈ പൊതുസമൂഹത്തിന് അത് കേൾപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താ സ്ഥിതി? നിങ്ങളിപ്പോ ഈ കുഴലും പിടിച്ചിന്റെ അടുത്തേക്ക് വരുമോ? ഈ സമൂഹം ഈ വിഷയം സീരിയസ് ആയി ഏറ്റെടുത്തത് അതിനുശേഷല്ലേ. എന്നിട്ട് അത് കിടന്നിട്ട് ഇങ്ങനെ കോമരം തുള്ളണ മാതിരി തുള്ളുക EN മോഹൻദാസ്. മരുമനെ പറ്റി പറഞ്ഞേ, മരുമകനെ മാതിരി അങ്കിളല്ലേ, അങ്കിൾ. അപ്പം EN മോഹൻദാസ് ഒന്നും വല്ലാതെ പതറണ്ട. ഈ പാവപ്പെട്ട പാർട്ടി സഖാക്കളുടെ മുന്നിൽ തെളിവടക്കാൻ കൊടുക്കും. ഈ ചങ്ങാതിക്ക സിന്ദാബാദ് കളക്കുന്നത് രാപ്പകലും RSSന് വേണ്ടി പ്രവർത്തിക്കുക ഈ ജില്ലയിൽ, ഈ കമ്മ്യൂണിറ്റിയെ തകർക്കാൻ. ഇതെന്തിപ്പോ പറയുന്നു വെക്കും. ഇതൊക്കെ തന്നെ അതിലെ വിഷയം. ഈ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് തിരുത്താൻ തയ്യാറില്ല, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഒരു ADGP പൂരം കലക്കിയത് തെരഞ്ഞ് നിങ്ങൾ നടക്കണ്ട. അതിന്റെ റിപ്പോർട്ട് നിങ്ങൾ എന്തിനാവശ്യം മുഖ്യമന്ത്രിക്ക് ADGPനെ വിളിച്ചിട്ട് താൻ പോയിട്ടുണ്ടോ ചോദിച്ചാൽ തീരുന്ന പ്രശ്നമില്ലത്. എന്തിനാ ഈ അന്വേഷണം? ഞാൻ ചോദിക്കട്ടെ. ഇത് അല്ല, ഒരു ഒറ്റ മിനിറ്റ് ജനങ്ങളൊന്ന് ആലോചിക്കണ്ടേ? എന്താ അതിൽ കാര്യം? എന്തിനാ എത്ര വലിയ അന്വേഷണ കമ്മീഷൻ? ADGPയെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചിട്ട് താൻ പോയിരുന്നടോ, നീ ഇങ്ങനെ RSSകാരെ പോയി കണ്ടിരുന്നോ? ആ സർ കണ്ടിരുന്നോ. നീ എന്തിനാ കണ്ടത്? ആ ചോദ്യത്തുമ്പോ തീരൂലേ? ഇനിയിപ്പോ അദ്ദേഹത്തിന് ഇനിയിപ്പോ ഒളിഞ്ഞും മറിഞ്ഞും പോകണമെങ്കിൽ എന്താണ് ഇപ്പൊ ഒരു ADGPക്ക് ഒരു പൊളിറ്റിക്കൽ ലീഡറെ പബ്ലിക്കായി കണ്ടൂടെ? ഈ വല്ല വിവാദം ഉണ്ടാവോ? തൃശ്ശൂർ ടൗണിൽ നിന്ന് കണ്ടൂടെ? തിരുവനന്തപുരത്ത് നിന്ന് കണ്ടൂടെ? ജനങ്ങളുടെ മുന്നിൽ വെച്ച് കണ്ടൂടെ? അപ്പൊ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു ചോദ്യത്തുമ്പോ തീരുന്ന വിഷയം ഈ മനുഷ്യരെ മുഴുവൻ മൂക്കുത്തി വട്ടപ്പാലം ചുറ്റിച്ചിട്ട് ഇനിയിപ്പോ അന്വേഷണ റിപ്പോർട്ടും കാത്തിരിക്കുക നിങ്ങൾ. ഞാൻ കാത്തിക്കുന്നു കേട്ടോ, ഞാൻ കാത്തിരിക്കുന്നേയില്ല. കാത്തിരിക്കുന്നവർ വിഡ്ഢികൾ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? ഇദ്ദേഹത്തെ ഒന്ന് എടുത്ത് ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി ശക്തമായ നിലപാട് ഗവൺമെന്റ് എടുത്തത് അല്ലേ? ഈ കസാലിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ കസാലിൽ ഇരുന്നിട്ട് അപ്പുറത്തെ കസാലിക്ക് ഇരുത്തുക. ഈ നാടകത്തിലല്ലേ കാത്തിക്കുന്നത്? സസ്പെൻഡ് ചെയ്ത് PHQയുടെ കോമ്പൗണ്ട് അവൻ കയറാൻ പാടില്ല, ഈ നൊട്ടോറിയസ് ക്രിമിനൽ. അതിന് സസ്പെൻഡ് ചെയ്യണം. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന PHQയുടെ അകത്തേക്ക് കയറരുത്. ഒഫീഷ്യൽ ഫോണും നെറ്റും കമ്മ്യൂണിക്കേഷനും വാങ്ങി DGPയുടെ വെക്കണം. എന്നിട്ട് സസ്പെൻഡ് ചെയ്തിട്ട് വീട്ടിൽ പോയി ഇരിക്കുന്നു പറയണം. എന്നിട്ട് സത്യസന്ധമായ ഓഫീസർമാരുണ്ടെങ്കിൽ ഇതൊന്ന് അന്വേഷിക്കട്ടെ. അത് ചെയ്യാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ പോകുന്നത്. കോടതിയിൽ നമ്മളത് വിശദീകരിക്കും. ബഹുമാനപ്പെട്ട കോടതിക്ക് ഇത് തള്ളാൻ പറ്റുമോ? ചെറിയ കാര്യമാണോ?